ഇസ്രയേലും ഇറാനും നേർക്കുനേർ യുദ്ധത്തിലേക്ക്. ഇറാന് നേരെയുള്ള ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിന് പിന്നാലെ തിരിച്ചടിച്ച് ഇറാൻ. ഇസ്രയേലിലേക്ക് 100-ലധികം ഡ്രോണുകളുടെ പ്രഹരം. ഇന്നലെ നടത്തിയ ഇസ്രയേൽ ആക്രമണത്തിൽ അയത്തുള്ള അലി ഖമനയുടെ ഉപദേശകൻ കൊല്ലപ്പെട്ടു. ഉപദേശകൻ അലി ഷംഖാനിയാണ് ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ആക്രമണങ്ങൾക്ക് ഇസ്രയേലും യുഎസും കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ അമേരിക്കയ്ക്ക് ബന്ധമില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രതികരിച്ചു. ഇസ്രയേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി എംബസി. വിവരങ്ങളുമായി അഷിത ചേരുകയാണ്. അഷിത, തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഇറാൻ എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഈ ഡ്രോൺ ആക്രമണവുമായി ബന്ധപ്പെട്ട് വരുന്ന വിവരങ്ങൾ, ഒപ്പം ഇറാന് സംഭവിച്ചിരിക്കുന്നത് കനത്ത നഷ്ടങ്ങൾ തന്നെയാണ്. അലി ഖമനയുടെ ഉപദേശകൻ അലി ഷംഖാനി അടക്കം വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്? പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ അതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് കടക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ് ഈ മണിക്കൂറിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത്. ഇറാൻ ഇസ്രയേലിന്റെ ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് മറുപടിയായി ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു. 100-ലേറെ ഡ്രോണുകൾ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഇറാൻ ഡ്രോണുകൾ പറത്തിയിരിക്കുന്നു. എന്തായാലും ഇക്കാര്യം ഇസ്രയേൽ തന്നെ ലക്ഷ്മി പത്മ കേൾക്കാമെങ്കിൽ, എന്തായാലും ഇറാൻ ഡ്രോണുകൾ അയച്ച വിവരം ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ജനറൽ എഫി ഡ്രഫ്രീൻ പറഞ്ഞിരിക്കുന്നു ഇറാൻ തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നും 100-ലേറെ ഡ്രോണുകൾ ഇസ്രയേലിന്റെ പരിധിയിൽ എത്തിയിരിക്കുന്നു എന്നും ഇസ്രയേൽ തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇറാൻ തിരിച്ച് ഡ്രോൺ ആക്രമണം ഇസ്രയേലിലേക്ക് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട വാർത്ത. അതിനൊപ്പം തന്നെ ഇറാന് സംഭവിച്ച നഷ്ടക്കണക്കുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അയത്തുള്ള അലി ഖമനയുടെ, ഇറാൻ പരമോന്നത നേതാവിൻ്റെ ഉപദേശകൻ അലി ഷംഖാനി അടക്കമുള്ളവർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരമാണ് പുറത്തേക്ക് വരുന്നത്. നേരത്തെ തന്നെ നമ്മൾ സ്ഥിരീകരിച്ചതാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് മേധാവി ഹുസൈൻ സല കൊല്ലപ്പെട്ട വാർത്ത. അങ്ങനെ വലിയ നഷ്ടം തന്നെ ഇറാന് സംഭവിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇറാന്റെ ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. അത് എല്ലാവരും പ്രതീക്ഷിച്ചത് തന്നെയാണ്. ഇസ്രയേലിലേക്ക് ഇറാന്റെ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. അത് ഇത്ര വേഗത്തിൽ ഉണ്ടാകും എന്ന് ഒരുപക്ഷെ ആരും കരുതിയിട്ടുണ്ടാവില്ല. പക്ഷേ വളരെ വേഗത്തിൽ തന്നെ ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുകയാണ്. 100ഓളം ഡ്രോണുകൾ അവിടേക്ക് ചെല്ലുന്നുണ്ട്, അവിടെ പതിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അതാണ്. ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രയേലിലേക്ക് ആക്രമണം തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ പശ്ചിമേഷ്യ യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു. ലോക സമാധാനം അതിൻ്റെ വലിയ അപകടാവസ്ഥയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് ലഭിക്കുന്നത്. ഇസ്രയേലിൽ നിന്ന് 100-ലധികം ഡ്രോണുകളുടെ പ്രഹരമാണ്. ഏതായാലും ഇറാനിൽ നിന്ന് 100-ലധികം ഡ്രോണുകളുടെ പ്രഹരം ഇസ്രയേലിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് പശ്ചിമേഷ്യൻ യുദ്ധസമാനമായൊരു അന്തരീക്ഷമാണ് ഉണ്ടായിരിക്കുന്നത്. ലോകസമാധാനം വല്ലാത്ത ഭീഷണിയിലാണ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. അമേരിക്കയ്ക്ക് അവർ ആക്രമണത്തിന് ശേഷം നന്ദി പറഞ്ഞു. എന്നാൽ മാർക്ക് റൂബിയോ ആ അവകാശവാദത്തെ തള്ളിക്കളയുകയുണ്ടായി. അമേരിക്ക ആ അവകാശവാദത്തെ തള്ളിക്കളയുകയാണ്. ഏതായാലും ലോകരാഷ്ട്രങ്ങളുടെ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതലായി നമുക്ക് ലഭിക്കേണ്ടതുണ്ട്.